തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം. തൃശൂർ നഗരത്തിലെ റോഡുകൾ ചോര വീഴുന്നിടമായി മാറിയെന്നാരോപിച്ചാണ് കോൺഗ്രസ് കൌൺസിലർമാർ കോർപ്പറേഷനിൽ പ്രതിഷേധിക്കുന്നത്. പ്രതീകാത്മകമായി ദേഹത്ത് ചോരയൊഴിച്ചാണ് പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. നിലവിൽ ചോരയൊഴിച്ച് എന്നുള്ള രീതിയിലാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് വിഷ്ണുദത്തും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോലോത്തുംപാടം എന്ന സ്ഥലത്തും ഇരുവരും ഇത്തരത്തിൽ റോഡിലെ കുഴിയിൽ വീണ ഗുരുതരമായ പരിക്കുകളോടെ അപകടത്തിൽ പരിക്കേറ്റവരുമുണ്ട്. എങ്ങനെയാണ് മറ്റു വിശദാംശങ്ങൾ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തൃശൂർ നഗരത്തിൽ വല്ലാതെ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ, ഒപ്പം തന്നെ അപകടത്തിൽ അമ്മയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും മകൻ മരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഈ അതിദാരുണ സംഭവത്തിന് പിന്നാലെ ഇന്നലെ കോവിലത്തുംപാടത്ത് റോഡിലെ കുഴിയിൽ ബൈക്ക് വീണ് ദമ്പതികൾ ഇവർക്കും ഗുരുതരമായ പരിക്കാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധങ്ങളിലൊന്നും പാഠം പഠിക്കാത്ത തൃശൂർ കോർപ്പറേഷനെതിരെ ശക്തമായ രീതിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം കോർപ്പറേഷനിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിരുന്നു. കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് തന്നെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ആരംഭിച്ചത്. പത്രത്തോടു കൂടി തന്നെ ചോര പ്രതിഷേധാത്മകമായി ദേഹത്തെ തലയിലൂടെ ചോര ഒഴിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് പ്രതിപക്ഷ പ്രതിഷേധം ആരംഭിച്ചത്. പിന്നീട് അവർ കൗൺസിൽ ഹാളിലേക്ക് എത്തുകയായിരുന്നു. കോർപ്പറേഷൻ എത്തിയ ശേഷം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. പിന്നീട് അജണ്ടയിൽ നിന്ന് സംസാരിക്കണമെന്നും പൊതു ചർച്ചയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് അത് വിശദമായി തന്നെ ചർച്ച ചെയ്യാമെന്നും മേയർ പ്രതിപക്ഷാംഗങ്ങളെ അവർ ആവശ്യപ്പെടുകയുമുണ്ടായി. എന്നാൽ ഇതിൽ ആദ്യമൊന്നും വഴങ്ങാതിരുന്ന പ്രതിപക്ഷം പിന്നീട് ശരി ചർച്ച വിശദമായ ചർച്ചയിലേക്ക് തന്നെ നീങ്ങ മറുപടി തങ്ങൾ ശാന്തനാകും എന്ന് അറിയിച്ചു. എന്നാൽ അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാജീവ് പല്ലൻ മേയറായിരുന്ന കാലഘട്ടത്തിലെ ഒരു റൗണ്ട് ബോട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഴിമതി ആരോപണമാണ് ഇത് ഒന്നാമത്തെ അജണ്ടയായി കൗൺസിൽ വായിച്ചത്. ഇതോടുകൂടി രാജീവ് പല്ലൻ മറുപടി എഴുന്നേറ്റപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാൻ എഴുന്നേറ്റപ്പോൾ വിഷയം ആദ്യം ഉന്നയിച്ചു. വീണ്ടും പ്രതിപക്ഷ കൗൺസിലർമാരെ പ്രകടിപ്പിച്ചു. തുടർന്ന് ഇരു പക്ഷവും പരസ്പരം വാക്കേറ്റവും പിന്നീട് കോർപ്പറേഷൻ കൗൺസിൽ പ്രതിഷേധമായി. തുടർന്ന് പ്രതിപക്ഷ നേതാവ് പ്രസ്താവന പുറപ്പെടുവിച്ചു. അതായത് ചർച്ച ചെയ്ത് മറുപടി പറഞ്ഞില്ലെങ്കിൽ മേയറുടെ സീറ്റിൽ തങ്ങൾ ഒഴിച്ചെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ ഒരു പരാമർശത്തോടു കൂടിയാണ് കൂടുതൽ വഷളായത്. ഇതോടെ അങ്ങനെങ്കിൽ തങ്ങൾ വെല്ലുവിളികൾ ഉയർത്തിയാണ് ഭരണപക്ഷം ഉണ്ടായത്. തങ്ങളിരിക്കുമ്പോൾ ധൈര്യമുണ്ടെങ്കിൽ മേയറുടെ സീറ്റിൽ വീഴ്ചയെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണപക്ഷ കൗൺസിലർമാരും രംഗത്ത് വന്നു. ഇരു പക്ഷവും തമ്മിൽ വാക്കേറ്റവും നേരിയ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കടന്നു. പിന്നീട് ഭരണപക്ഷ പ്രതിപക്ഷത്തെ ജയപ്രകാശ് ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം പ്രതിഷേധവുമായി മേശപ്പുറത്ത് കയറിയതോടെ വീണ്ടും പ്രതിഷേധത്തിന്റെ മറ്റും ഭാഗവും മാറി കൂടുതൽ പ്രതിരോധത്തിലേക്ക് ഭരണപക്ഷ കൗൺസിലർമാരെ നയിച്ചു. തുടർന്ന് അദ്ദേഹത്തെ മേയർ ഉടൻ തന്നെ ഈ കൗൺസിലിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ള അറിയിപ്പ് ലഭിച്ചു. ഇതോടെ ഭരണപക്ഷ കൗൺസിലർമാർ സസ്പെൻഷനായ കൗൺസിലർ
നിലവിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പ്രതിഷേധം നടത്തിയ കൗൺസിലർമാരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് നിലവിൽ കിട്ടിയിട്ടുള്ള വിവരം. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മേശമേൽ കയറിയാണ് ഇത്തരത്തിൽ ചോരയൊഴിച്ചുള്ള പ്രതിഷേധം നടത്തിയത്. തുടങ്ങിയ വിവരങ്ങളാണ് അഭിജിത്ത് തലശ്ശിറ നൽകിയത്.